ഇന്ന് തന്നെ ഷൂട്ടിംഗ് തിരക്കിലേക്ക് പോകുമോ എന്നായിരുന്നു മോഹൻലാലിൻ്റെ ആരാധകർ കൂടുതലും ചോദിച്ചിരുന്നൊരു ചോദ്യം. അല്ലെങ്കിൽ കേശവദേവ ലെയിനിൽ തന്നെ നിൽക്കുന്ന ഹിൽ വ്യൂവിൽ നിൽക്കുമോ എന്നായിരുന്നു പ്രേക്ഷകരുടെ ചോദ്യം. അതായത് തിരുവനന്തപുരത്തെ അമ്മയോടൊപ്പം അച്ഛനോടൊപ്പം ജീവിച്ച മോഹൻലാലിൻ്റെ കുട്ടിക്കാല ജീവിതം കുറച്ചുകൂടി ആസ്വദിച്ചിട്ട് മാത്രമേ ഇനി ചിത്രങ്ങളിലേക്ക് തിരികെ പോകുമോ എന്നുള്ള ചോദ്യത്തിന് ഇതുവരെ ഉത്തരം നൽകിയിട്ടില്ലെങ്കിലും ഇന്നിവർ എന്തായാലും ഇവിടെ നിൽക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. 2 ദിവസമായി വിസ്മയും പ്രണവും കൊച്ചിയിലേക്ക് പോയിട്ടില്ല, മറിച്ച് തിരുവനന്തപുരത്ത് തന്നെയായിരുന്നു താമസമെന്ന് അറിയാൻ സാധിക്കുന്നു. തിരുവനന്തപുരത്ത് മറ്റൊരിടത്തേക്ക് താമസിക്കേണ്ട കാര്യമില്ല എന്നും മറിച്ച് ഈ വീട്ടിൽ തന്നെ നിൽക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുകയുമാണിപ്പോൾ ഇവർ. മോഹൻലാലിൻ്റെയും കൂടി ആഗ്രഹമായിരിക്കാം അത്. അമ്മയ്ക്ക് ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്ന സ്ഥലമാണ് തിരുവനന്തപുരം. വിവാഹം കഴിപ്പിച്ച് ഇവിടേക്ക് കൊണ്ടുവന്നതുകൊണ്ട്, അല്ലെങ്കിൽ വിവാഹം കഴിച്ച് ജോലി കിട്ടി ഇങ്ങോട്ട് വന്നതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ തിരുവനന്തപുരം നഗരത്തോട് വല്ലാത്തൊരു ഇഷ്ടം തന്നെയായിരുന്നു. ഒരുപാട് ഓർമ്മകളുള്ളൊരു വീടാണിത്. അതുകൊണ്ട് തന്നെയാണ് ആ വീടിനെ അങ്ങനെ മോഹൻലാലിന് ഉപേക്ഷിക്കാൻ സാധിക്കാത്തതും. ഈ വീട്ടിൽ കഴിഞ്ഞ ദിവസം എല്ലാം ആളും ബഹളവും തിരക്കുമായതുകൊണ്ട് പ്രണവിനും വിസ്മയ്ക്കും ഇവിടെ നിൽക്കാൻ സാധിച്ചില്ല. പക്ഷേ ഇന്നിവർ ഇവിടെ നിൽക്കും, അവരുടെ പ്രിയപ്പെട്ട വീട്ടിൽ തന്നെ നിൽക്കും. അമ്മയുടെ ഓർമ്മകൾ ഒന്നുകൂടി കണ്ണടച്ച് അദ്ദേഹത്തിന് കാണാൻ സാധിക്കട്ടെ, അതിനുള്ള ഭാഗ്യം അദ്ദേഹത്തിന് ലഭിക്കട്ടെ. അതാണ് ഞങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു ഭാഗ്യം ലഭിക്കുമ്പോൾ തന്നെ പകുതി പ്രശ്നങ്ങൾ മാറും. അങ്ങനെ ഒരു ഒറ്റപ്പെടൽ തോന്നില്ല. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മാറ്റി ചിന്തിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളും ഉണ്ട് എന്ന് പറയാം. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും അത് ഏറ്റെടുക്കുന്നു, ആരാധകരും അത് ഏറ്റെടുക്കുന്നു, പ്രേക്ഷകരും അത് ഏറ്റെടുക്കുന്നു. കൃത്യമായ കാര്യങ്ങൾ എല്ലാവരും അന്വേഷിക്കുന്നുണ്ട്. മോഹൻലാലിൻ്റെ വീട്ടിൽ എന്താണ് സംഭവിക്കുന്നത്, അദ്ദേഹം എങ്ങോട്ടാണ് പോകുന്നത്, ഇന്ന് എന്തൊക്കെയാണ് നടക്കുന്നതെന്നുൾപ്പെടെ. ഇന്ന് ആ വീട്ടിൽ അമ്മയുടെ സഞ്ചയന ചടങ്ങായിരുന്നു. 5 ദിവസമായപ്പോൾ 5-ാം ദിവസമാണ് ഇപ്പോൾ സഞ്ചയന ചടങ്ങ് നടത്തിയിരിക്കുന്നത്. അധികമൊന്നും അവർക്ക് ചടങ്ങ് ചെയ്ത് നിൽക്കാനാകില്ല. വളരെ തിരക്കുള്ള മനുഷ്യരാണ്. പണ്ടത്തെ പോലത്തെ തന്നെ ചടങ്ങുകളൊക്കെ ചെയ്ത് വീട്ടിലിരിക്കാൻ സാധിക്കാത്തതും ഒരു കാരണം തന്നെയാണ്. എന്തായാലും അമ്മയ്ക്ക് സഹോദരനോടൊപ്പവും അച്ഛനോടൊപ്പവും ഉറങ്ങണമെന്നത് ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവസാന ഉറക്കം അവരോടൊപ്പം ആകട്ടെ എന്ന് കരുതി മോഹൻലാൽ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. അമ്മ ഒരുപാട് ആഗ്രഹം പറഞ്ഞിരുന്നതാണ്. അമ്മയുടെ ആഗ്രഹങ്ങളെല്ലാം ഇതുപോലെ തന്നെ സാധിച്ചു കൊടുക്കുന്ന ഒരു മകനായിരുന്നു മോഹൻലാൽ. എന്ത് സംഭവിച്ചാലും അമ്മ എന്താഗ്രഹം പറഞ്ഞാലും എത്തും. സിനിമയുടെ ആദ്യ ദിവസം തന്നെ അമ്മയുടെ അരികിലെത്തും. അമ്മയെ സിനിമ കാണിക്കും. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് നോക്കും. സംസാരിക്കാൻ സാധിക്കില്ലെങ്കിലും മോഹൻലാലിൻ്റെ അമ്മ പറയുന്നത് കേൾക്കാൻ അദ്ദേഹം കാതോർത്തിരിക്കും. എൻ്റെ അമ്മയ്ക്ക് സംസാരിക്കാൻ സാധിക്കില്ല, വയ്യാത്തൊരവസ്ഥയിലാണ്. എന്നാൽ അമ്മയുടെ കൈ പതിയെ ഉയർത്തി എൻ്റെ കൈക്ക് മുകളിൽ വയ്ക്കും. എനിക്കപ്പോൾ കിട്ടുന്നൊരു തണുത്ത കാറ്റുണ്ട്. ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകരെല്ലാവരും വളരെയധികം തന്നെ ചിന്തിക്കുന്നൊരവസ്ഥയാണ് എന്ന് പറയുന്നു. മോഹൻലാലിൻ്റെ ഒരു അവസ്ഥ തന്നെയാണ് എല്ലാവരുടെയും ഭയം. നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും മരണം അത് നമുക്ക് താങ്ങാനാകുന്ന ഒന്നല്ല. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.